ധാരാളം ഓപ്പറേഷൻസ് ഞങ്ങൾ ചെയ്യാനുള്ള ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയിരുന്നു. അപ്പൊ അന്നൊക്കെ നമ്മൾ ഓപ്പറേഷനിൽ ഇറങ്ങുമ്പം എന്ന് ഓപ്പറേഷൻ ഇറങ്ങിയാലും അന്ന് ഒരു കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളും ടെററിസ്റ്റുമായിട്ട് നേരിട്ട് ഒരു അതായത് ഇപ്പൊ പല സ്ഥലത്തും നമ്മൾ ഈ കാട്ടിലൂടെ ഒക്കെ വരുമ്പം രണ്ടുപേരും ഒരുമിച്ച് കാണും. ടെററിസ്റ്റ് നമ്മളെ കാണും, നമ്മൾ അവരെയും കാണും, അവർ നമ്മളെയും കാണും. നമ്മൾ ഒരുമിച്ച് ഫയർ ചെയ്യും. പക്ഷെ രണ്ടുപേർക്കും ചിലപ്പോൾ കൊള്ളത്തില്ല. അതല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആരാണ് ഫസ്റ്റ് കാണുന്നത് അവർ ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൊള്ളുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ധാരാളം എൻകൗണ്ടേഴ്സ് നടന്ന ഒരു ടൈം ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ഈ സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ഗ്രാമത്തിലാണ് സെർച്ച് നടക്കുന്നത് ടെററിസ്റ്റിന് വേണ്ടി. അപ്പൊ നമ്മൾ ആ ഗ്രാമത്തിന് തൊട്ട് മുകളിലുള്ള കാടുകളിൽ അവിടെ ബാക്കിൽ നിന്ന് വരാൻ നോക്കും. ബിക്കോസ് ഈ കാടിന്റെ ഗ്രാമത്തിന് തൊട്ട് മുകളിലായിരിക്കും ഈ ടെററിസ്റ്റുകൾ അവരുടെ ഹൈഡ് ഔട്ട് ഉണ്ടാക്കുന്നത്. കാരണം അവർക്ക് അവിടുന്ന് വെള്ളം വേണം, ഈ ഫുഡ് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ പല ഗ്രാമങ്ങളിൽ അന്ന് ഞങ്ങൾ ചെന്ന് ചോദിക്കുകയാണ് എവിടെയെങ്കിലും ടെററിസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് സാർ, ഇത് അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഞങ്ങൾ വരത്തില്ല എന്ന് പറയും. അത്രമാത്രം ടെററിസ്റ്റ് ഉള്ള ഒരു സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ ബാക്ക് കൂടെ ഒരു 1-2 ബറ്റാലിയൻ സ്പെഷ്യൽ ഫോഴ്സസിന്റെയും മറ്റെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ മല കയറി മേളിന് താഴോട്ട് സെർച്ച് ചെയ്ത് വരിക. അത് ഭയങ്കര പാടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് ഇപ്പൊ ഞാനും അങ്ങ് ഇരിക്കുന്ന പോലത്തെ അത്രയും ഡിസ്റ്റൻസിൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്രയും തിക്കായിട്ടുള്ള ഒരു ഈ ഫോറസ്റ്റ് ആയതുകൊണ്ട് പലപ്പോഴും നമുക്കത് കാണാൻ പറ്റത്തില്ല. അപ്പൊ അവരും ഫയർ ചെയ്യും, നമ്മളും ഫയർ ചെയ്യും. ആ ഫസ്റ്റ് ഫയറിൽ കിട്ടി. അതല്ലെങ്കിൽ പിന്നെ ആരെങ്ങോട്ട് പോയെന്നൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അതൊരു കാട്ടിന്റെ ഉള്ളിൽ ഒരു എലി പോകുന്നതാണൊക്കെ അവർ. അപ്പൊ അങ്ങനെ ധാരാളം ഓപ്പറേഷൻസ് ആ സമയത്ത് നടന്നിട്ടുണ്ട്. അതിനകത്ത് ഘാതക് പ്ലറ്റൂൺ കമാൻഡർ എന്നുള്ള നിലയിൽ എന്റെ ഒരു നേട്ടം എന്ന് വെച്ചാൽ നമ്മൾ ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. എന്റെ ബഡീസിനൊക്കെ അതിനുവേണ്ടിയുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഇതിൽ ഒരു കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഘാതകിന്റെ സമയത്ത് ഞാൻ ലീവ് കിട്ടിയ സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് എന്റെ ആ അപ്പോയിന്റ്മെന്റ് ഘാതക് പ്ലറ്റൂൺ കമാൻഡർ ആയിട്ട് വന്ന എന്റെ തന്നെ കോസ്റ്റ്മേറ്റ് ആയ ലെഫ്റ്റനന്റ് നവനീത് റായ്, പിന്നെ എന്റെ ഓപ്പറേറ്റർ ആയിട്ട് സന്ദീപ്, അവര് ഞാൻ ഈ ലീവിന് വന്ന സമയത്ത് ഒരു ഓപ്പറേഷനിൽ പോയി അവര് മൃത്യു വരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അതൊക്കെയാണ് നമ്മളെ ഒരു വിഷമം. അതായത് അതുപോലെ എന്റെ ഇമ്മീഡിയറ്റ് സീനിയർ ആയിരുന്ന ക്യാപ്റ്റൻ രമേശ് ചന്ദ്ര രായിഡു സർ, എന്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് സീനിയർ ആയിരുന്നു. അദ്ദേഹം ഇതുപോലെ ഒരു ഓപ്പറേഷനിൽ എന്റെ തന്നെ ബറ്റാലിയൻ ഓഫീസറാണ്. അങ്ങനെ പല ഇതും. അതേസമയം തന്നെ നമ്മൾ 73 ടെററിസ്റ്റിനെയാണ് ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തത് അവിടെ. അപ്പൊ അത്രമാത്രം നമ്മൾ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്.